വാർത്തകൾ വിശദമായി നോക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത്. KPCCയുടെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും. മുരളീധരനെ നേതൃത്വം ഇടപെട്ട അനുനയിപ്പിച്ചു. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ആന്റണി ജിസ്റ്റോർജ് ആണ്. ആന്റണി, കുറച്ചു മുമ്പാണ് ഈ ഒരു വാർത്തയിൽ ഒരു വിവരം വന്നിരുന്നു. എന്തായാലും പങ്കെടുക്കില്ല എന്നൊരു വിവരമാണ് ആദ്യം വന്നത്. എന്തായാലും ഇപ്പോൾ KPCC അനുനയിപ്പിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 22-ന് KC വേണുഗോപാലും കെ മുരളീധരൻ തന്നെ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കും എന്നൊരു കാര്യം കൂടി നിലവിൽ ലഭിക്കുന്നുണ്ട്. ആന്റണി, തീർച്ചയായും ഇന്ന് രാവിലെയാണ് ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ കെ മുരളീധരൻ പങ്കെടുത്തേക്കില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നതിന് കാരണം ഇന്നലെ ഈ സമാപന പരിപാടി ചെങ്ങന്നൂരിൽ നടന്നിരുന്നു. അതായത് മേഖലാ ജാഥകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ സമാപിച്ചിരുന്നു. അതിന്റെ അവസാനത്തെ സമാപന സമ്മേളനമാണ്. ഇന്ന് എല്ലാ ജാഥകളും കൂടി ചേർന്നുള്ള ഒരു സമാപനമാണ് ഇന്ന് പന്തളത്ത് നിശ്ചയിച്ചിരുന്നത്. അപ്പോൾ ഇന്നലെ ഈ ചെങ്ങന്നൂരിൽ ജാഥ പൂർത്തിയായതിനു ശേഷം മുരളീധരൻ ചെങ്ങന്നൂരിൽ നിന്നും മടങ്ങിയിരുന്നു. ഗുരുവായൂരിലേക്കാണ് പോയത്. ഇതേ തുടർന്നാണ് ഈ സമ്മേളനത്തിൽ ഈ മുരളീധരൻ പങ്കെടുത്തേക്കില്ല എന്നുള്ള വിവരം പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുരളീധരന് ഈ പുനഃസംഘടനാ ലിസ്റ്റ് പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. മുരളീധരൻ മുന്നോട്ട് വെച്ച പേരുകൾ ഈ പുനഃസംഘടനയിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതൃപ്തിക്ക് ഇടയാക്കിയ ഒരു കാരണമെന്ന് പറയുന്നത്. അപ്പോൾ കടുത്ത അതൃപ്തി ഇക്കാര്യത്തിൽ മുരളീധരന് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് വിട്ട് നിന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരികയും ചെയ്തത്. ഏതായാലും ഈ തീരുമാനം വന്നതിന് പിന്നാലെ തന്നെ KPCCയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കം മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഘട്ടത്തിൽ മുരളീധരൻ അനുനയത്തിന് വഴങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുരളീധരൻ മുന്നോട്ട് വെച്ച പേരുകൾ KM ഹാരിസ്, അതുപോലെ തന്നെ മരിയാപുരം ശ്രീകുമാർ എന്നിവരെ ഈ പുനഃസംഘടനയിൽ ഉൾപ്പെടുത്താം എന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം മുരളീധരനുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് KM ഹാരിസിനെ അടക്കം ഉൾപ്പെടുത്താം. മരിയാപുരം ശ്രീകുമാറിനെ എവിടെ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ പിന്നീടായിരിക്കും തീരുമാനം ഉണ്ടാവുക. ഏതായാലും മുരളീധരൻ മുന്നോട്ട് വെച്ച പേരുകൾ പരിഗണിക്കാമെന്നുള്ള ഒരു ഉറപ്പ് ഇപ്പോൾ മുരളീധരന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മുരളീധരൻ ഇപ്പോൾ ഗുരുവായൂരിൽ നിന്ന് ഈ ചെങ്ങന്നൂരിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തിരുവനന്തപുരത്തേക്ക് ഗുരുവായൂരിൽ നിന്ന് പോകാൻ വേണ്ടിയാണ് നിശ്ചയിച്ചിരുന്നത്. ട്രെയിൻ മാർഗം തിരുവനന്തപുരത്തേക്ക് പോകാനാണ് നിശ്ചയിച്ചിരുന്നത് മുരളീധരൻ. ഏതായാലും ഇപ്പോൾ കാർ മാർഗം ചെങ്ങന്നൂരിലേക്ക് മുരളീധരൻ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സമാപന റാലിയിൽ ഈ 4 ജാഥാ ക്യാപ്റ്റന്മാരും പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്വർണ്ണ കൊള്ള, ശബരിമലയിലെ സ്വർണ്ണ മോഷണവുമായി ബന്ധപ്പെട്ടാണ് അതൊരു രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസ് ഉപയോഗിക്കുന്ന ഒരു ഘട്ടമാണ്. അതിനെതിരെ നിയമസഭയിലടക്കം വലിയ പ്രതിഷേധം കോൺഗ്രസ് അതുപോലെ തന്നെ UDF ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് 4 മേഖലകളിൽ നിന്നായുള്ള മേഖലാ ജാഥകൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സർക്കാരിനെതിരെ തിരിക്കുന്ന ഒരു വലിയ പ്രചരണത്തിനാണ് UDFും കോൺഗ്രസും തുടക്കം കുറിച്ചത്. ആ ജാഥകളുടെ കാസർഗോഡ് നിന്നുള്ള ജാഥയുടെ ക്യാപ്റ്റനായിരുന്നു കെ മുരളീധരൻ എന്ന് പറയുന്നത്. അങ്ങനെ ആ ജാഥ ഇന്ന് വലിയ പലയിടങ്ങളിലൂടെയും കടന്ന് ഇന്ന് വലിയ ഒരു ശക്തി പ്രകടനമാക്കി സർക്കാരിനെതിരെയുള്ള വലിയ ആയുധമാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നതിനിടയിലാണ് കെ മുരളീധരൻ ഇതിൽ പങ്കെടുക്കില്ല എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. ജാഥ ക്യാപ്റ്റൻ തന്നെ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുന്നത് വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി വന്നു. അങ്ങനെയാണ് തിരക്കിട്ട അനുനയ ചർച്ചകൾ നടക്കുകയും ആ അനുനയ ചർച്ചകൾക്ക് ഇപ്പോൾ കെ മുരളീധരൻ വഴങ്ങുകയും ചെയ്തിരിക്കുന്നത്. മുരളീധരൻ ഇപ്പോൾ ഇനി അല്പസമയത്തിനകം തന്നെ പന്തളത്ത് ആ സമാപന സമ്മേളനം നടക്കും. അതിൽ 4ാമത്തെ ജാഥ ക്യാപ്റ്റനായി കെ മുരളീധരനും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി ആന്റണി, വ്യക്തമാണ്. KPCCയുടെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും. മുരളീധരനെ നേതൃത്വം ഇടപെട്ട അനുനയിപ്പിച്ചു എന്നൊരു വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് ആന്റണി ജിസ്റ്റോർജ് ആണ്.